നമസ്കാരം. പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് ശിവരാത്രി. മാർച്ച് 8-നാണ് ഈ വർഷത്തെ ശിവരാത്രി നാം ആഘോഷിക്കുന്നത്. ഏതൊരു ശിവഭക്തരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസം. അത്രമേൽ പ്രാധാന്യം ശിവരാത്രിക്കുണ്ട്. എന്നാൽ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് പരമശിവന്റെ കടാക്ഷത്താൽ ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. അവർക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഏതെല്ലാമാണ് ഈ നക്ഷത്രക്കാർ എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ ഫലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫലങ്ങളിൽ ആദ്യം പരാമർശിക്കുന്നതായ നക്ഷത്രക്കാർക്ക് സാധ്യത വളരെ കൂടുതലും അതിനുശേഷം പറയുന്ന ഓരോ നക്ഷത്രക്കാർക്കും സാധ്യത ഉണ്ട്. എന്നിരുന്നാൽ പോലും അല്പം സാധ്യത കുറഞ്ഞു വരുന്ന നക്ഷത്രക്കാരാകുന്നു. അത്തരത്തിൽ 3 വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഫലമായി പരാമർശിക്കുന്നത്. അതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നതായ നക്ഷത്രക്കാർ മകീരം, വിശാഖം, അനിഴം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാർക്കാണ് ഭഗവാന്റെ കടാക്ഷത്താൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം, അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. മകീരം നക്ഷത്രക്കാർക്ക് ശിവരാത്രി മുതൽ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനാൽ തൊഴിൽപരമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. തൊഴിൽപരമായി ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അറുതിയാകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ സമയം മനസ്സിലേക്ക് ശാന്തി വന്നു ചേരും. നവ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് എങ്കിൽ അതിൽ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാൽ എടുത്തു ചാടി ഒരു തീരുമാനവും അരുത് എന്ന കാര്യം ഓർക്കുക. സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് ഫലം. എന്നിരുന്നാൽ പോലും തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഗുണപരമായ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം എന്ന കാര്യം ഓർക്കുക. കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് സമയം. ആഡംബര വസ്തുക്കൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങുവാനോ ലഭിക്കുകയോ ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് ഈ സമയം. എന്നാൽ ഈ സമയം ചില തടസ്സങ്ങൾ പൊതുവെ മകീര നക്ഷത്രക്കാർക്ക് വന്നു ചേരാം. അത്തരം തടസ്സങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും അകലുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ശത്രുക്കളാൽ വന്നു ചേർന്നിരിക്കുന്ന ശത്രുദോഷങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് ഇത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്കാണ് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതായത് ഏറ്റവും അധികം ഭാഗ്യവും അതേപോലെ തന്നെ സൗഭാഗ്യങ്ങളും തേടിയെത്തുവാൻ സാധ്യത കൂടുതൽ മകീരം നക്ഷത്രക്കാർക്കാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് തേടിയെത്തുക. പ്രധാനമായും തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരാം. പ്രധാനമായും അത്തരം തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനാൽ തന്നെ തൊഴിൽ മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ പരീക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കും. വ്യാപാരത്തിൽ വളരെയധികം നേട്ടങ്ങൾ, വിപുലീകരണം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. കൂടാതെ കൃഷി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ലാഭം വന്നു ചേരാം. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളോ അത്തരത്തിൽ തീർത്ഥയാത്രകൾക്ക് സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ മറ്റ് യാത്രകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു.
അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സംവാദങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ പരമശിവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും. എന്നാൽ സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു. ഈ സമയം വാക്കുകളാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സൗഹൃദം പോലും നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രധാനമായും ബിസിനസ്, പങ്കാളിത്ത ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം. കച്ചവടങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. വിശ്രമം, വിനോദം തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ സംസാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദോഷഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ, ഭഗവാൻ നൽകുന്ന മുന്നറിയിപ്പുകൾ നിങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാരായ വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് ഈ സമയം അത്ര ശുഭകരമല്ല എന്നതാണ്. എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതിനാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ഭഗവാനെ ആരാധിക്കാതെ, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ ലഭിക്കില്ല എന്നതാണ് വാസ്തവം. ദോഷഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. കാരണം സഹായസ്ഥാനത്ത് ഉച്ചനായി നിന്ന രാശിനാഥൻ ചൊവ്വ ശത്രുപാളത്തിൽ ശത്രുവിനോടൊപ്പം ചേരുകയാണ്. സ്വന്തം നിലപാടുകളിൽ അതിനാൽ വെള്ളം ചേർക്കേണ്ടതായി വരും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സംഭവിക്കുക. എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും ബന്ധുവാര്, ശത്രുവാര് തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക. കൂടാതെ പല കാര്യങ്ങളിലും ഉണ്ടാകേണ്ടിയിരുന്ന കാലതാമസം ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായും അല്ലാതെയും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. തൊഴിൽ, പദവി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വ്യാകുലതകൾക്ക് ഒരു അവസാനമാകും എന്ന കാര്യവും ഓർക്കുക. ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് നിലനിർത്തി പോകേണ്ടതും അനിവാര്യമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശിവരാത്രി മുതൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചോതി, ചിത്തിര, പൂരം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ഭഗവാനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ വന്നു ചേരും എന്ന് മനസ്സിലാക്കാം. ഇതിൽ ചോതി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം പൊതുവെ ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഭഗവാന്റെ കടാക്ഷം ഇവർക്കുള്ളതിനാൽ തന്നെ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസങ്ങളാണ് ശിവരാത്രി മുതൽ. അതിനാൽ തന്നെ ശിവരാത്രി മുതൽ ഇവർക്ക് കാര്യങ്ങൾ സ്വതവേ അനുകൂലമായി മാറും എന്ന് പറയാം. 6ാം ഭാവത്തിലെ സൂര്യരാഹു യോഗം അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷം കൂടി ഇവർക്കുള്ളതിനാൽ ഇവർ ചെയ്യുന്നതായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഇവർക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട് പൊതുവെ ഭേദപ്പെട്ട സമയമായി മാറാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ്. ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ശുക്രന്റെ കുംഭം, മീനം രാശികളിലെ സഞ്ചാരത്താൽ ഭാവനാശക്തി ഉണർന്ന് പ്രവർത്തിക്കുന്നതാകുന്നു. ഈ സമയം കലാകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാങ്കേതികപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നു ചേരാം. എന്നാൽ വീട് വിട്ടു നിൽക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയെ ബാധിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. ഭഗവാന്റെ കടാക്ഷത്താൽ കുടുംബജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങളാണ് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരുക. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത്
പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സമയമാണ് എന്ന് പറയാം. എന്നാൽ ചില കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് ദോഷമായി മാറും. അത് ഭഗവാനായി തന്നെ നിങ്ങൾക്ക് സൂചന നൽകും. അതിനാൽ തന്നെ തീർച്ചയായും അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്നും പിൻവാങ്ങുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വന്നു ചേരേണ്ട അപവാദങ്ങളെ പോലും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. വായ്പ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. ഗാർഹിക അന്തരീക്ഷം അല്പം ഉയർച്ച നേടുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും. എന്നാൽ ജീവിതത്തിലേക്ക് പ്രധാനമായും കടന്നുവരുന്ന ചില വിഷമങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ അത്തരം സാധ്യത ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ കൃത്യനിർവഹണത്തിൽ വിട്ടുവീഴ്ച വന്ന് ചേരുന്നതല്ല. സാധാരണ കർമ്മങ്ങൾ എല്ലാം കൃത്യമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പല ചുമതലകളും ജീവിതത്തിലേക്ക് കടന്നുവരും. നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് ശനിയുമായി യോഗം വരികയാൽ തമ്മിലിണങ്ങാത്തവരെ കൂട്ടി യോജിപ്പിക്കേണ്ടതായ ദൗത്യം വന്നു ചേരാം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വീടിനും പുറത്തും നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കാം. അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ പെട്ടെന്ന് സാധിക്കും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. മൂന്നാമത്തെ വിഭാഗമായി പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരാണ്. മറ്റ് രണ്ട് വിഭാഗങ്ങളെ അപേക്ഷിച്ച് ഇവർക്ക് അത്രമേൽ ഗുണാനുഭവങ്ങൾ ലഭിക്കില്ല. എന്നിരുന്നാൽ പോലും ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച നേടുവാൻ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും. സൂര്യനും രാഹുവും ബുധനും 12-ലും ശനിയും ചൊവ്വയും ശുക്രനും 11-ലും വ്യാഴം 2-ലും സഞ്ചരിക്കുകയാൽ ഗുണദോഷ സമ്മിശ്രമായ കാലമായിരിക്കും എന്നോർക്കുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ അല്പം കൂടി ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ചില ദുർഘടമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം. എന്നാൽ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ചില അവിചാരിതമായ തൊഴിൽ യാത്രകൾക്കും സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളും പല അനുമതികളും നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായി തരക്കേടില്ലാത്ത ഒരു സമയം കൂടിയാണ് ഇത്. തൊഴിൽ ചെറുതോ വലുതോ ആകട്ടെ, ആദായം അല്പം ഭഗവാന്റെ കടാക്ഷത്താൽ വർദ്ധിക്കാം. കൂടാതെ സാമൂഹികമായ അംഗീകാരം തിരിച്ചു കിട്ടാൻ സാധ്യത കൂടുതലാകുന്നു. കിട്ടാക്കടം ഭാഗികമായിട്ടാണ് എങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. കച്ചവടം ഗുണകരമാണ്. ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. മറ്റൊരു നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ സമയം അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഭഗവാൻ തന്നെ ചില മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകും. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 11-ലും 12-ലും 3 ഗ്രഹങ്ങൾ വീതമുണ്ട്. വ്യാഴം ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിലുമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾക്കാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. തൊഴിൽ ഏർപ്പെടുന്ന മാന്ദ്യം, തടസ്സം ഇവയെ തടസ്സങ്ങളെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങളെ ഒഴിവാക്കി മുന്നേറുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ചില പാഴ് ചെലവുകൾക്ക് സാധ്യത കൂടുതലാകുന്നു. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ധനപരമായ മുൻതൂക്കം വന്നു ചേരും. ധനം സമാഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടിയ ആലോചനകളിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി രൂപാന്തരപ്പെടാം.
കൂടാതെ ഈ സമയം കുടുംബജീവിതത്തിൽ ചില തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിനാൽ പുറത്തും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും. എന്നാൽ തീർച്ചയായും ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് സമയം. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഉണ്ട്. 2 രാശികളിൽ ത്രിഗ്രഹ യോഗങ്ങൾ ഉള്ളതിനാൽ ഗുണങ്ങളും അതേപോലെ തന്നെ ദോഷഫലങ്ങളും വന്നു ചേരും. മീനക്കൂറുകാർക്കാണ് ഈ സമയം കൂടുതൽ അനുകൂലമാവുക എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, അതായത് കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ പിന്തുണ ലഭിക്കണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങളെ മറികടക്കുവാൻ ഭഗവാനായി തന്നെ നൽകുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക. പല കാര്യങ്ങളിലും മെല്ലെ പോക്കുണ്ട്, എന്നിരുന്നാൽ പോലും മാറ്റങ്ങൾ വന്നു ചേരാം. ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. പഠനം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നു. എന്നിരുന്നാൽ പോലും തടസ്സങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. സാമ്പത്തികപരമായി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഭൂമിയിൽ നിന്നും ആദായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ ധനപരമായി നിങ്ങൾ പറ്റിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ നിക്ഷേപങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഭഗവാന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോകാതിരിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഈ സമയം അല്പം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ അനുകൂലമായി തന്നെ വന്ന് ഭവിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. ഈ സമയം ഭാഗ്യം കൂടി നിങ്ങൾക്ക് അനുകൂലമാകും എന്ന കാര്യം ഓർക്കുക. പരമശിവൻ നൽകുന്ന മുന്നറിയിപ്പുകൾ നിങ്ങൾ അവഗണിക്കാതെ മുന്നോട്ട് പോവുക. നിത്യവും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് പരമപ്രധാനം. അത് ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും ചെയ്യേണ്ടതായ ഒരു കാര്യം കൂടിയാകുന്നു. ഏവർക്കും ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.